എന്നെ സംബന്ധിച്ച് ഞാൻ പൂർണ്ണമായി എല്ലാ ചാനലുകൾക്കും പെർമിഷൻ കൊടുക്കുന്നു. എൻ്റെ ഫേസ് കണ്ടുകൊണ്ടോ ഓൾറെഡി നമ്മളാണെന്ന് അറിഞ്ഞിട്ടുണ്ട്. പിന്നെ വീണ്ടും നമ്മളെ ഭയങ്കരമായിട്ട് അത് ഡ്രോബാക്ക് ചെയ്യണം. നമ്മളെ മുഖം മറച്ച് നമുക്ക് ശബ്ദിക്കാനുള്ള കാര്യങ്ങൾ പറയാതെ അങ്ങനെ വിളിച്ചിട്ട് നമ്മൾ വേറെ ഒന്നും തെറ്റ് ചെയ്തിട്ടില്ല. ഭീകരജീവികളൊന്നുമല്ല. എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ മുഖം റിവീൽ ചെയ്യുന്നുണ്ട്, ഈ വിഷയം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, എനിക്ക് യാതൊരു കുറവുമില്ല. പൂർണ്ണ സമ്മതം. ഇപ്പൊ പറയാം അവൾക്ക് ഫേമസ് ആയിരുന്നു, അതിൻ്റെ ഒന്നുമല്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പൊതുജനങ്ങൾക്ക് എത്തണം. അത് മുഖം മറച്ചിട്ട് നാളെ ഇത് അവളായിരുന്നു മറ്റവളായിരുന്നു എന്നൊരു സംശയം വേണ്ട. ഇത് ഞാൻ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, മാം ആദ്യം പരാതി കൊടുക്കില്ല എന്ന് പറഞ്ഞു, പിന്നീട് പരാതി കൊടുത്തു. അതിനുള്ള കാരണം എന്തായിരുന്നു? പരാതി നൽകാനുള്ള കാരണം പൊതുജനങ്ങൾ ആക്ഷേപിക്കാൻ തുടങ്ങിയത് എവിടുന്നോ വന്നു ഒരാൾ. അപ്പം ഞാൻ മാത്രമല്ല, വേറെ കുറേ ലേഡീസ് പല പല ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വരും. ഈ ആരോപണങ്ങളെ കുറിച്ച് നമ്മൾക്ക് 100% അറിവില്ലെങ്കിലും ഒരു സ്ത്രീ വന്ന് അവരുടെ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനാണ്. അപ്പം ഇതേ സമയത്ത് എനിക്ക് എൻ്റെ ഐഡൻറ്റിറ്റിയെ, എൻ്റെ ഡിഗ്നിറ്റിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ മാധ്യമങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പൊതുജനങ്ങളിൽ നിന്ന്, സോഷ്യൽ മീഡിയ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നിന്ന് ഇവർ പൈസയ്ക്ക് ബാർഗെയിൻ ചെയ്യാൻ വന്ന ഒരാളാണ്. എവിടുന്നോ രാഷ്ട്രീയം കളിച്ച് അമ്മ ഫിഫ്ക പോലുള്ള മാറ്റം എല്ലാം തകർക്കാൻ വന്ന ഒരു ഭീകര ജീവിയായിട്ട് എന്നെ പ്രതിഷ്ഠിച്ചു. എൻ്റെ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്തപ്പോൾ എനിക്ക് തോന്നി പ്രശ്നം അങ്ങനെ സോഷ്യൽ മീഡിയ അത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നെങ്കിൽ ഒരു കാരണമുണ്ട്. കാരണം വെച്ചാൽ മാം ആദ്യം പറഞ്ഞ നിലപാടെന്ന് വെച്ചാൽ ജയസൂര്യക്ക് ആരും ഉന്നയിക്കും പേര് പറഞ്ഞില്ലെങ്കിൽ പോലും. അതെ. പക്ഷെ പിന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മാം ഇപ്പോൾ അദ്ദേഹത്തിന് ഇതിനുള്ള ആരോപണം പിൻവലിക്കും. ഇന്നത്തെ വാർത്താ സമ്മേളനം അദ്ദേഹത്തിന് ഇതിനുള്ള ആരോപണം ഇല്ല. ആരോപണം പിൻവലിച്ചു. അത് ദിലീപിന്റെ കാര്യമാണ് പറഞ്ഞത്. അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം എങ്ങനെ പിൻവലിക്കുന്നു? അല്ല, മാം ഇന്ന് പറഞ്ഞ വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ പരാതി പിൻവലിക്കാൻ ആലോചിക്കുന്നുണ്ട് എന്നാണ്, അല്ലേ? പരാതി മീൻസ് എനിക്കൊന്നും സമയനഷ്ടം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. പൂർണ്ണമായി പിൻവലിക്കില്ല. പൂർണ്ണമായി പിൻവലിച്ചാൽ അങ്ങനെയാണ് എങ്കിൽ ഇപ്പോൾ ആരോപണം ഉന്നയിക്കേണ്ട കാര്യമില്ലായിരുന്നു, പരാതി കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഇല്ല ഒരിക്കലും സോഷ്യൽ മീഡിയ പറയുന്നത് ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ആരോപണം വന്നതാണ്. മറ്റു സ്ത്രീകളും ഉദാഹരണത്തിന് സിദ്ദീഖിനെതിരെ ആരോപണം ഉന്നയിച്ച ഒരു സ്ത്രീയും, തിരുവനന്തപുരം സ്വദേശി ഒരു സ്ത്രീയും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പുള്ളിക്കാരൻ തെറ്റ് ചെയ്തു എന്നാലും ഉറച്ചു നിൽക്കുകയാണ്. പക്ഷെ മാമിന് പറ്റിയ മിസ്റ്റേക്കോ അല്ലെങ്കിൽ മാമിന്റെ ഭാഗത്തിന്റെ വീഴ്ച എന്ന് പറയുന്നത് മാം നിലപാടിൽ മാറ്റം വരുന്നു. അല്ല, ഞാൻ പറയട്ടെ, അത് ഒന്നെന്താന്ന് വെച്ചാൽ അതെ ഓക്കെ. പക്ഷേ എനിക്കെന്ന് പറയുന്നത് എൻ്റെ ഫാമിലി മുഖ്യമാണ്. അപ്പോൾ അവർ പറഞ്ഞത് ഈ സ്റ്റേറ്റ്മെന്റ്, അതായത് നമ്മളിപ്പം അങ്ങനെ ഒരാളില്ല എന്ന് പറഞ്ഞപ്പോൾ ആളിനെ കാണിക്കണമല്ലോ, നമ്മളുണ്ടായ സംഭവം പറയണം. സ്വാഭാവികമായിട്ടും നമ്മൾ ഗവൺമെന്റിനോട് അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഈ സാധനം പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കേസ് കയറും. പെണ്ണിനോടുള്ള അട്രോസിറ്റിയാണ്. അപ്പോൾ അത് ഒരാളുടെ കൺസെന്റ് ഇല്ലാതെ വിരളി തൊട്ടാലും സർക്കാർ കേസെടുക്കും. അത് ഞാൻ പറയണ്ട, അങ്ങനെ വന്നതാണ്. ഇത് അവരുടെ ഫാൻസുകാരും പൊതുമീഡിയയും കൂടെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ഞാൻ ആക്ച്വലി ഇതിൽ വരുമ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന വിഷയങ്ങൾ സംസാരിക്കാൻ തന്നെയാണ് വന്നത്. അല്ലാതെ പിന്നെ ഇദ്ദേഹം ജയസൂര്യ എന്ന് പറയുന്ന അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്ത് അദ്ദേഹത്തിനെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടില്ല. അദ്ദേഹം തെറ്റ് ചെയ്ത് മാപ്പ് പറഞ്ഞ് ശരിയാണ്. പക്ഷെ അത് നിരന്തരം പിന്നെ ആവർത്തിക്കുന്നു എന്ന് പലരുടെയും വാക്കുകളിൽ വന്നപ്പോൾ അതും ഒരു ബുദ്ധിമുട്ട് തോന്നി. അതും ഒരു റീസണാണ്. മനസ്സിലായി? വേറൊരു പെൺകുട്ടിയും ഞാൻ വന്ന് പറഞ്ഞതിന് ശേഷം വേറൊരു സ്ത്രീ സെയിം സാധനം പറഞ്ഞു. ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്കും പിന്നെ ആൾക്കാർ നമ്മളുടെ ഒരു ഐഡന്റിറ്റി ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇതിൽ സത്യമുണ്ടോ ഇല്ലയോ, നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ പറയുന്ന പോലെ നമ്മൾ ചീപ്പ് പബ്ലിസിറ്റിക്കാണോ വന്നതെന്നുള്ളത് അത് ക്ലിയർ ചെയ്യണമെന്നുള്ളത്. കാരണം എനിക്ക് അതിൻ്റെ ഉള്ള പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല. ഒന്ന് നാറിയ കഥ പറഞ്ഞിട്ടുള്ള പബ്ലിസിറ്റി ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിപ്പം നിവർത്തിയില്ലാത്തതുകൊണ്ട് നമ്മുടെ സ്റ്റാൻഡ് പബ്ലിക്കിന് മുന്നിൽ പറയുന്നതാണ് പറയുന്നത്. ഇത്രയും മീഡിയകളെ ഈ സമയം വരെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ സ്റ്റാൻഡ് പറയാൻ തന്നെ. പിന്നെ എനിക്ക് ഇവിടെ നിന്ന് വിളിക്കുമ്പോൾ തൊടുപുഴ പോകാനും സാമ്പത്തിക സഹായം സർക്കാർ ഏറ്റെടുത്ത് ഈ കാര്യങ്ങൾക്കൊക്കെ ഒരാളെ വെച്ച് ആ സമിതി ബാക്കിയുള്ള കാര്യങ്ങൾ ഫിനാൻഷ്യലി ചെയ്യുവാണെങ്കിൽ അതെ അതെ അതാണ്. എനിക്ക് സാമ്പത്തികമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങാൻ വേണ്ടി എന്ന് വെച്ചിട്ട് പൂർണ്ണമായും കേസ് ഞാൻ പിൻവലിക്കൂല. കാരണം നമ്മൾ അതായത് കേസുമായിട്ട് മുന്നോട്ട് പോകും. സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ട് തന്നെ സർക്കാർ സഹായിക്കുന്നുവെങ്കിൽ മാം ഉറപ്പായിട്ടും കേസുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് വ്യക്തം. അതായത് മാം ആദ്യം ആരോപണം ഉന്നയിക്കുന്നു, ഇപ്പോൾ ആരോപണത്തിൽ നിന്ന് ചെറിയ രീതിയിൽ പിന്നോട്ട് വരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ പറയുന്നത് മാം ഈ പറഞ്ഞ വ്യക്തിയിൽ നിന്നും, അതായത് ജയസൂര്യയിൽ നിന്നും ഏകദേശം കുറച്ച് പണം കൈപ്പറ്റി. എത്ര രൂപയെന്ന് മാം പ്രതീക്ഷിക്കുന്നു? 2 കോടി ആ ഒരു സാഹചര്യത്തില് അത്തരത്തിലുള്ള ആരോപണത്തിനെതിരെ മാം എന്താണ് പറയുന്നത്? ഈ ആരോപണം വന്നത് കൊണ്ടാണ് ഇപ്പൊ ജയസൂര്യ എയറിലായത്. FIR ഇട്ട് ജയസൂര്യന് പേരിൽ FIR ഇടേണ്ടി വന്നത് എൻ്റെ അതായത് എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് കാണിക്കാനാണ്. കാരണം അതിന് മുന്നേ പറഞ്ഞിരുന്നു ഈ പൈസ മേടിച്ചോ നിങ്ങളിപ്പം എപ്പോ വന്നു അത് തന്നെ അതിന് മുന്നേ തന്നെ ഇറങ്ങാനുള്ള ഇതും ഇന്നലെ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഇന്നലെ തന്നെയാണ്. ഇന്നലെ രാവിലെ മുതൽ ഇത് കാണുന്നുണ്ട്. 2 കോടി വാങ്ങി
എല്ലാം ഇന്നലെ മുതൽ കാണുന്നത് കൊണ്ടാണ് നമ്മൾ സ്വാഭാവികമായിട്ട് മാം എന്തുകൊണ്ടാണ് ബേക്കിലോട്ട് വരുന്നത്? അത് മാം ആദ്യം പരാതി കൊടുക്കുന്നു പറയുന്നു, പിന്നെ പരാതി കൊടുക്കുന്നു. ഇതെല്ലാം സോഷ്യൽ, അതായത് എന്റെ നേരെ വന്ന ഒരു ആരോപണത്തെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വ്യക്തികളുടെ പേര് ചോദിച്ചുകൊണ്ട് കുറേ ദിവസമായിട്ട് ആഘോഷം. അപ്പം ഞാൻ വ്യക്തിയുടെ പേര് റിവീൽ ചെയ്യാൻ വേണ്ടി, അപ്പം എനിക്ക് വീട്ടിൽ നിന്ന് അതിനുള്ള പെർമിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ട് ആ രീതിയിൽ ഞാൻ തന്നെയാണ്. പിന്നെ കേസ് അല്ലെങ്കിൽ ഇതിനു മുമ്പേ ആരോപണം ഉന്നയിച്ചവർക്ക് എത്ര ഫാസ്റ്റായിട്ട് കേരള സർക്കാർ അല്ലെങ്കിൽ ഇന്ത്യ സർക്കാർ പെൺകുട്ടികളുടെ മാനം വെച്ച് പെട്ടെന്ന് നീതി എത്ര പേർക്ക് കിട്ടി? ഡിസിഷനാണ്. അതായത് 2 കോടി രൂപ മാം വാങ്ങിയെന്നാണ് സോഷ്യൽ മീഡിയ അടക്കമുള്ള പ്രചരണം. അതെ, അത് തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുന്നു. അതിന് മറുപടി അല്ല, അവരോട് ഞാൻ വെല്ലുവിളിക്കുന്നു അതൊന്ന് തെളിയിക്കണം. അതുകൊണ്ടാണല്ലോ ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് പിന്നെ മാം ഇപ്പോൾ പിന്നോട്ട് വരെയുള്ള കാരണം ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഈ കാര്യങ്ങൾ, സാമ്പത്തിക സഹായം ഈ പബ്ലിക് ആരെങ്കിലും ഇപ്പൊ പറയുന്ന സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന ആളുകൾ ആരെങ്കിലും എനിക്ക് ഫുള്ളി, ഞാനിപ്പോൾ ഡൽഹിയിലാണ് നമ്മുടെ ഓഫീസ്, അപ്പോൾ അവിടെ പോയാൽ ഇങ്ങോട്ട് തൊടുപുഴയാണ് കേസ്, അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ എൻ്റെ എല്ലാ ചിലവുകളും നോക്കാൻ ഏതെങ്കിലും ഒരു കമ്പനിയോ സർക്കാരോ ഈ പറയുന്ന ആരോപണം ഉന്നയിക്കാൻ ആർക്കും പറ്റും. ആ പറയുന്ന ആളുകൾ വരുവാണെങ്കിൽ കൃത്യമായിട്ട് വ്യക്തമാണ്. കാരണം വെച്ചാൽ സോഷ്യൽ മീഡിയ ഉന്നയിക്കുന്ന ആരോപണം 2 കോടി രൂപ പൈസ വാങ്ങിച്ച് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ കോംപ്രമൈസ് ചെയ്യുന്നതാണ് ആരോപണം. പക്ഷേ മാം അത് വ്യക്തമായി പറഞ്ഞു, ആരെങ്കിലും ആ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനെ നിയമപരമായിട്ട് മുന്നോട്ട് സഹായിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇതുവരെ മുന്നോട്ട് പോകുമെന്ന്. ഇപ്പോൾ മാം ഈ ആരോപണം ഉന്നയിച്ചതിന് ശേഷം ഈ സിനിമാ രംഗത്ത് നിന്നോ അല്ലെങ്കിൽ സാംസ്കാരിക രംഗത്ത് നിന്നോ ആരെങ്കിലും രാഷ്ട്രീയക്കാരോ ആരെങ്കിലും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മൊബൈൽ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ഒരു ആരോപണത്തിന് ശേഷം ലൈഫ് എങ്ങനെ ചേഞ്ച് ആയി? ഇപ്പോൾ എങ്ങനെയാണ് ലൈഫിന്റെ മെത്തേഡ്? അതൊക്കെ ജസ്റ്റ് അയ്യോ, ഞാൻ പ്രതീക്ഷിക്കാത്ത ലൈഫ് ചേഞ്ച് ആണ്. അപ്പം ഈ വളരെ ചെറിയ ആൾക്കാർ, ചെറിയ ശതമാനമാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നെഗറ്റീവായിട്ട് വരുന്നത്. ബാക്കി ഫുൾ സപ്പോർട്ടാണ് എൻ്റെ നാട്ടിൽ നിന്ന്, ഇവിടുത്തെ നാട്ടുകാർ. ഇപ്പം ഞാൻ 12 വർഷം കൊണ്ട് ഇവിടെയാണ്, ഈ കരമന നിവാസികൾ അവരെല്ലാം പറയുന്നത് എന്ത് സപ്പോർട്ടും ഞങ്ങളുണ്ട്. അതുപോലെ KMCC പോലുള്ള സംഘടനകൾ, പുറത്തെ രാജ്യത്തുള്ള വ്യത്യസ്തമായിട്ടുള്ള സാംസ്കാരിക സംഘടനകൾ, അങ്ങനെ പല സംഘടനകൾ നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച്, അതുപോലെ ചില വനിതാ സംഘടനകൾ, ഇപ്പം എല്ലാ പേരുകളും ഞങ്ങൾ പറയുന്നില്ല നിങ്ങൾ, അതുപോലെ എല്ലാം. പക്ഷെ സിനിമ ഇൻഡസ്ട്രിയിൽ ശബ്ദിക്കേണ്ട പലരും എന്തുകൊണ്ടാണ് അവരാരെയാണ് ഭയപ്പെടുന്നത്? ആരും ഒരാൾ പോലും എന്നെ വിളിക്കുകയോ നിങ്ങൾക്ക് എന്താണ് പറ്റിയത്, നിങ്ങളൊരു സോഷ്യൽ വർക്കറാണ്, ഈ പറയുന്ന ആരോപണം ഞങ്ങളുടെ സുഹൃത്താണ് ജയസൂര്യ, നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തെക്കുറിച്ചൊരു ആരോപണം ഉന്നയിക്കുന്നതെങ്കിലും ചോദിക്കാനുള്ള ഒരിതുണ്ട്. അതേപോലെ അവരും ഇതേ ട്രോമയിലൂടെ പലതവണ കടന്നുപോയ ആൾക്കാരാണ്. അവർ മൊഴി കൊടുത്തിട്ട് അതിൽ എത്ര പേര് മൊഴി കൊടുത്തു, അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നൊന്നും പബ്ലിക്കിന് അറിയില്ല. അവർ കൊടുത്തിരിക്കുന്ന ഇതിൽ എത്ര അതായത് അലിഗേഷൻ ആരുടെയൊക്കെ പേരിലുണ്ടെന്ന് അറിയില്ല. ഇങ്ങനത്തെ സാഹചര്യം കടന്നു പോകുമ്പോൾ ഇപ്പോഴും ഇതിൻ്റെ യഥാർത്ഥ റിസൾട്ട് മൂടി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ ശബ്ദിക്കണം. അവരിറങ്ങേണ്ട സ്ഥാനത്താണ് ഇപ്പോൾ നമ്മളെപ്പോലുള്ളവർ ഇതിനകത്ത് ശബ്ദിക്കാൻ വന്നിട്ട് ഇതിനകത്ത് തിരിച്ച് വേറൊരു ഇതിലേക്ക് നമ്മൾ ഇപ്പം നിൽക്കുന്നത്. കാരണം പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ തുറന്നു പറഞ്ഞുകൊണ്ട് നാളെ എന്ത് വേണമെങ്കിലും നമുക്ക്, ഞാൻ അതിനെക്കുറിച്ചൊന്നും ആഗ്രഹിക്കുന്നില്ല. ഞാൻ മരിക്കുന്ന ഒരു സിനിമ ചെയ്തോളാം ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. എനിക്ക് സോഷ്യൽ വർക്ക് ചെയ്യണം, പൊതുജനങ്ങളുടെ ഒരു സപ്പോർട്ട് വേണം. സിനിമ കംഫർട്ടായ സിനിമ വന്നാൽ ചെയ്യും. അതിൽ ഞാൻ ഇപ്പൊ ഈ വിഷയങ്ങൾ വന്നപ്പോൾ 1-2 സിനിമകൾ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അവസാനമായിട്ട് ചോദ്യം കൂടി, ഇപ്പോൾ മാം പറഞ്ഞിരിക്കുകയാണ്, സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുപ്രവർത്തകർ സാംസ്കാരിക ആരുടെയും മുന്നോട്ട് വന്നാൽ കേസുമായി സാമ്പത്തിക സഹായം സഹായിച്ചാൽ മാം മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. അതിൽ കുറച്ച് നിൽക്കുന്നുണ്ടല്ലോ, മാറ്റമൊന്നുമില്ലല്ലോ. ഒന്ന് എന്താന്ന് വെച്ചാൽ, എല്ലാത്തിനും നമ്മളെ ഒരു ഫാമിലിയാണ്, നമ്മൾക്ക് പലതരത്തിലുള്ള, അതായത് ഞാൻ ചുമ്മാ വീട്ടിലിരിക്കുന്ന ഒരു നടിയല്ല. എനിക്കിതിന്റെ പുറകെ പോകാനായിട്ട് എനിക്കൊരു വലിയ പ്ലാറ്റ്ഫോം ഉണ്ട്, പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ വയ്ക്കുന്ന ഒരാളാണ്. അതാണ് നിങ്ങൾ കൺസേൺ ചെയ്യാത്തത്. നമ്മൾ ഇത് എൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത രീതിയിൽ അത് കൊണ്ടുവന്ന് നിയമവിദഗ്ധരുമായിട്ട് ആലോചിക്കണം. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ പോകും. ഇല്ലെങ്കിൽ നമ്മൾ അതിനെ എന്തായാലും പൂർണ്ണമായി വിഡ്രോ ചെയ്യില്ല. കാരണം ഏതെങ്കിലും തരത്തിൽ നമുക്കെതിരായിട്ട്, കാരണം നമ്മൾക്കുണ്ടായ ഒരു അനുഭവം പറഞ്ഞതിൻ്റെ പേരിൽ നാളെ ഇത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് എനിക്കെതിരെ ഒരു കേസോ, ഇദ്ദേഹത്തിൻ്റെ ഫാൻ പേജിൽ നിന്ന് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് എനിക്കൊരു അറ്റാക്കോ എൻ്റെ കുടുംബങ്ങൾക്കോ, അതേപോലെ എൻ്റെ സിനിമകളെ തടയുന്നത് അല്ലെങ്കിൽ എൻ്റെ പൊതുപ്രവർത്തനങ്ങളെ തടയുന്ന രീതിയിൽ ഏതെങ്കിലും ഇടപെടലുകൾ ഉണ്ടായാൽ അത് സർക്കാർ പറഞ്ഞിട്ട്, അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും പുനർചിന്തനത്തിന് എടുക്കും. അങ്ങനെ പൂർണ്ണമായിട്ട് നമ്മൾ ഒരിടത്തും കേസ് പിൻവലിക്കാൻ തൽക്കാലം നോക്കിയിട്ടില്ല. ഓക്കെ മാം, എന്തായാലും അതിൻ്റെ ചെയ്യണം. മാം വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളത്, മാമിന് സംസാരിച്ച അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നത് മാം ഒരു പ്രതീകമാണ്. കാരണം ശക്തമായിട്ട് ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം മാമിൻ്റെ ഫേസ് മാം റിവീൽ ചെയ്യുന്ന മാമിന് പ്രശ്നമില്ല. കാരണം വെച്ചാൽ അത് അത്ര തന്നെ. കാരണം വെച്ചാൽ മാം ഒരിക്കലും ഇരയല്ല, ഇരയല്ല. കാരണം മാമിന്റെ ഭാഗത്ത് ഒരു വീഴ്ച സംഭവിച്ചില്ല. പിന്നെ എന്തുകൊണ്ട് മാമിന്റെ അത് ജെന്യൂൻ കേസ് ചെയ്യണം. എന്തായാലും
സർക്കാരിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകർ ആരെങ്കിലും സാമ്പത്തികം സഹായിക്കുമെങ്കിൽ മാം ഉറപ്പായിട്ടും ഈ നിയമമായി മുന്നോട്ട് പോകും. സോഷ്യൽ മീഡിയയിൽ പറയാനുള്ള ഒരേ ഒരു കാര്യം വെച്ചാൽ സോഷ്യൽ മീഡിയക്ക് എന്ത് പറയാം പറയാം സ്വാഭാവികം അതൊക്കെ സാമ്പത്തിക സഹായത്തിന് തീർച്ചയായിട്ടും എന്റെ സഹോദരങ്ങളല്ലേ അവരും ജീവിക്കട്ടെ. ഓക്കെ മാം പേഴ്സണൽ ഓക്കെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല മാം? ഒന്നുമില്ല. ഞാൻ ഭയങ്കര എനിക്ക് ഒരുപാട് സപ്പോർട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഫോൺ എടുക്കാൻ പറ്റുന്നില്ല അത്രമേൽ നിങ്ങളുടെ സ്നേഹം. സത്യം പറഞ്ഞാൽ ഒരു പെണ്ണിന് കിട്ടേണ്ട സ്നേഹവും സഹകരണവും അതായത് അന്തസ്സാണ്. അത് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് പൊതുജനങ്ങളോട്, മീഡിയയോട്, പോലീസുകാരോട്, എൻ്റെ കുടുംബത്തോട്, എൻ്റെ സഹോദരങ്ങളോട് എല്ലാവരോടും എനിക്ക് ഈ സമയത്ത് നന്ദിയാണ്. കരമന പോലീസ് സ്റ്റേഷനിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട്, CI അടക്കമുള്ള എല്ലാ ഉദ്യോഗസ്ഥരോടും പ്രത്യേക നന്ദി. അതേപോലെ സർക്കാരിനോട്, ഈ മാധ്യമ പ്രവർത്തകർ നിങ്ങളെപ്പോലെയുള്ള നാഷണൽ, ഇന്റർനാഷണൽ, സ്റ്റേറ്റ് മീഡിയാസിനോട്, എല്ലാ സഹോദരങ്ങളോടും. എന്നെ തെറി പറഞ്ഞാലും എനിക്ക് ഇഷ്ടമാണ്, കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടാവുക. കാരണം ഇത് നിങ്ങളുടെ ഒരു സഹോദരിയാണ്. നിങ്ങളുടെ വീട്ടിൽ നാളെ വരാവുന്ന ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. പുതിയ തലമുറയ്ക്ക് ഒരിക്കലും സ്വന്തം ശരീരം പണയം വെക്കാൻ തന്നെ കഴിവുള്ള സിനിമ രംഗത്ത് വരണം എന്നൊരു ശക്തമായ നിലപാട് സ്വീകരിച്ച ആദ്യമേ അഭിനന്ദനമുണ്ട് മിസ്. തീർച്ചയായും. കാരണം പേഴ്സണലി എനിക്ക് മാമിനെ പറ്റി ഒരുപാട് നെഗറ്റീവ് തിങ്കോട് ഞാൻ വന്നത്. മാമിനെ സംസാരിച്ചപ്പോഴാണ് എനിക്ക് എന്റെ ഭാഗത്ത് വീഴ്ച മനസ്സിലാവുന്നത്. കുഴപ്പമില്ല മാം, മാമിന് ഇനിയും നല്ല സിനിമ ലഭിക്കട്ടെ.